മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം. കലൂർ ആസാദ് റോഡിന് സമീപമുള്ള വാടക വീട്ടിലാണ് മോഷണം നടന്നത്. 20 കോടി രൂപ വില വരുന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ടതായി മോൻസൺ പറയുന്നു. മോഷണം നടന്നതായുള്ള പരാതിയെ തുടർന്ന് മോൻസൺ മാവുങ്കലുമായി പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി. മോശയുടെ അംശവടിയും ശ്രീകൃഷ്ണൻ വെണ്ണകട്ടെടുത്ത കുടവും ഉൾപ്പെടെ ഉണ്ടെന്ന് മോൻസൺ മാവുങ്കൽ പറഞ്ഞിരുന്ന കലൂരിലെ വീട്ടിലാണ് മോഷണം നടന്നത്. 2 ആഴ്ച മുൻപ് മോഷണം നടന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. വീടിന്റെ ഒരു വശത്തുള്ള വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത്. വാച്ചും സ്വർണത്തിൽ പൊതിഞ്ഞ ഖുറാനും ഉൾപ്പെടെ 20 കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കൾ നഷ്ടമായി എന്നാണ് മോൻസൺ മാവുങ്കലിന്റെ അഭിഭാഷകർ പറയുന്നത്. CCTV ഉള്ളത് പൊളിച്ചു മാറ്റിയിട്ടാണ് കയറിയിരിക്കുന്നത്. കാര്യം ഞങ്ങൾ കഴിഞ്ഞ കോടതിയിൽ നിന്ന് കമ്മീഷൻ ഉൾപ്പെടെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴേ ഈ ഭാഗം പൊളിച്ചിട്ടൊന്നുമില്ല, സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് സാധനങ്ങൾ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായത്. ഉച്ചയ്ക്ക് 2 മണിയോടെ പോലീസ് മോൻസനുമായി വന്ന് വീട്ടിൽ പരിശോധന നടത്തി മടങ്ങി. വീടിന്റെ ഉടമ എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ടിന് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് മോൻസൺ മാവുങ്കലും പറഞ്ഞു. 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന വാദം ഉന്നയിക്കുന്നത് മോൻസൺ മാവുങ്കലായതിനാൽ തന്നെ പോലീസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. നേരത്തെ മോൻസൺ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ളപ്പോഴും ഇവിടെ മോഷണം നടന്നിരുന്നു. പോലീസിന്റെ മേൽനോട്ടത്തിലുള്ള വസ്തുക്കൾ മോൻസൺ ഏറ്റെടുക്കാമെന്ന് കോടതി അടുത്തിടെ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളുടെ എണ്ണം തിട്ടപ്പെടുത്തി ഏറ്റെടുക്കാനായി വന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൈരളി ന്യൂസ്, കൊച്ചി.